യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നിങ്ങളുടെ സ്ഥാനത്ത് പരസ്യമായി മരിച്ചു. ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും അവന്റെ മേൽ പരസ്യമായി ചുമത്തി. അവൻ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പാകെ എന്നെ പരസ്യമായി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പാകെ ഞാൻ നിങ്ങളെ അംഗീകരിക്കില്ല. അവൻ വന്ന് അത് പരസ്യമാക്കുന്നതിൽ അവൻ ആവശ്യപ്പെടുന്ന എന്തോ ഒന്നുണ്ട്. അത് മനഃശാസ്ത്രപരമായും നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യുന്നു. പിന്നെ നിങ്ങൾ അവനെ അനുഗമിക്കുകയും അവനെ സേവിക്കുകയും വേണം. ഇത് ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഒരു അനുഭവമല്ല. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്ന നിങ്ങളുമായി ദിവസവും ഉണ്ടാകാൻ പോകുന്ന പുതിയ ഒന്നിന്റെ തുടക്കമാണിത്. കുരിശ് എടുത്ത് സ്വയം ത്യജിച്ച് അവനെ അനുഗമിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെയും ലോകത്തിന്റെ ആവശ്യങ്ങളെയും ഒരു പുതിയ രീതിയിൽ നോക്കാൻ തയ്യാറാവുക. ഞാൻ നിങ്ങളോട് ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ ആവശ്യപ്പെടാൻ പോകുന്നു. യേശുവിനെ പരസ്യമായി അംഗീകരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നൂറുകണക്കിന് ആളുകൾ ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധത പുതുക്കാനോ വന്നിട്ടുണ്ട്. നിങ്ങൾ നിരീക്ഷിക്കുന്ന അതേ കാര്യം തന്നെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരു ഹോട്ടൽ മുറിയിലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലായിരിക്കാം, എന്തുതന്നെയായാലും ഇന്ന് രാത്രി ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ഇന്ന് രാത്രി ആ പ്രതിബദ്ധത നിറവേറ്റാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.